നമസ്കാരം. ഇന്ന് നമ്മൾ ദെയർ ഈസ്, ദെയർ ആർ, ദെയർ വാസ്, ദെയർ വെയർ ഇതിൽ ഓരോ വാക്കിൻ്റെയും 4 വ്യത്യസ്ത ഉപയോഗ രീതികളെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. ഇവ ഉപയോഗിച്ച് വ്യത്യസ്തമായ സെൻറ്റൻസുകൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കി പഠിക്കുകയാണ്. ഇവിടെ ആദ്യമായിട്ട് പ്രസൻറ്റ് ടെൻസ് സിംഗുലറിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് തന്നിട്ടുള്ളത്. അതിലേക്ക് വേണ്ടി നമ്മളിവിടെ there is എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. there is എന്നാൽ ഉണ്ട് എന്നാണ് അർത്ഥം. ഇവിടെ 1, 2, 3, 4 എന്ന് 4 ഗ്രൂപ്പായിട്ട് വാചകങ്ങൾ തിരിച്ച് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. there is എന്നാൽ ഉണ്ട്. അതിലെ ഈസ് എടുത്ത് തിരിച്ചിട്ട് ഈസ് there എന്നാക്കിയാൽ ഉണ്ടോ. മൂന്നാമത്തെ രൂപത്തിൽ ഇവിടെ ആദ്യത്തെ രൂപമായ ദയറീസിനോട് നോട്ട് ചേർത്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദയറീസ് നോട്ട്, അതിനെ ചുരുക്കി ദയറീസിൻഡ്, അതിനർത്ഥം ഇല്ല എന്നാണ്. മൂന്നാമത്തെ രൂപത്തെ തിരിച്ചിട്ടാണ് നാലാമത് എഴുതിയിരിക്കുന്നത്. അതായത് ഈസിൻഡ് എന്ന വാക്ക് ആദ്യം എഴുതുകയും ദയർ രണ്ടാമത് എഴുതുകയും ചെയ്തിരിക്കുന്നു. ഈസിൻഡ് ദയർ, ഇല്ലേ. അപ്പോൾ നമുക്കിവിടെ അർത്ഥം നോക്കാം. ദയർ ഈസ് ഉണ്ട്, ഈസ് ദെയർ ഉണ്ടോ, ദെയർ ഈസിൻഡ് ഇല്ല, ഈസിൻഡ് ദെയർ ഇല്ലേ. ഒന്നുകൂടെ അർത്ഥം നോക്കൂ. ദെയർ ഈസ് ഉണ്ട്, ഈസ് ദെയർ ഉണ്ടോ, ദെയർ ഈസിൻഡ് ഇല്ല, ഈസിൻഡ് ദെയർ ഇല്ലേ. ഇനി നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. ദെയർ ഈസ് എ ക്ലോക്ക് ഓൺ ദ വാൾ. ചുമരിൽ ഒരു ക്ലോക്ക് ഉണ്ട്. ദെയർ ഈസ് ഉണ്ട് എ ഒരു ക്ലോക്ക് ഓൺ ദ വാൾ, ചുമരിൽ ഒരു ക്ലോക്ക് ഉണ്ട്. അടുത്ത സെന്റൻസ്, ചുമരിൽ ഒരു ക്ലോക്ക് ഉണ്ടോ. ഈസ് ദെയർ എ ക്ലോക്ക് ഓൺ ദ വാൾ. ഇതിന് പെട്ടെന്ന് ഉണ്ടാക്കുവാൻ വേണ്ടി ആ നമ്പറിന് താഴെ തന്നിരിക്കുന്ന വാക്കുകൾ എടുത്ത് വാചകത്തിൻ്റെ ആദ്യമിട്ട് വാചകമുണ്ടാക്കി പോകാവുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ രൂപം, ദെയർ ഈസിൻഡ് എ ക്ലോക്ക് ഓൺ ദ വാൾ. ചുമരിൽ ഒരു വാച്ച് അല്ലെങ്കിൽ ഒരു ക്ലോക്ക്, വാച്ചല്ല ക്ലോക്ക് ഇല്ല. നെക്സ്റ്റ്, ഈസിൻഡ് ദെയർ എ ക്ലോക്ക് ഓൺ ദ വാൾ. ചുമരിൽ ഒരു ക്ലോക്ക് ഇല്ലേ. അപ്പോൾ there is a clock on the wall, ചുമരിൽ ഒരു ക്ലോക്ക് ഉണ്ട്. ചുമരിൽ ഒരു ക്ലോക്ക് ഉണ്ടോ, is there a clock on the wall. ചുമരിൽ ഒരു ക്ലോക്ക് ഇല്ല, there isn't a clock on the wall. ചുമരിൽ ഒരു ക്ലോക്ക് ഇല്ലേ, isn't there a clock on the wall. നെക്സ്റ്റ്, there is a dog at the gate. there is ഉണ്ട് എ ഒരു ഡോഗ് പട്ടി, at the gate ഗേറ്റിനടുത്തൊരു പട്ടിയുണ്ട്. അടുത്ത്, ഗേറ്റിനടുത്തൊരു പട്ടിയുണ്ടോ, ഈസ് ദെയർ എ ഡോഗ് അറ്റ് ദി ഗേറ്റ്. ഗേറ്റിനടുത്തൊരു പട്ടി ഇല്ല, ദെയർ ഈസിൻഡ് എ ഡോഗ് അറ്റ് ദി ഗേറ്റ്. ഗേറ്റിനടുത്ത് ഒരു പട്ടി ഇല്ലേ, ഈസിൻഡ് ദെയർ എ ഡോഗ് അറ്റ് ദി ഗേറ്റ്. നെക്സ്റ്റ്, ദെയർ ഈസ് എ ടി വി ഇൻ ദ ഹോൾ. ഹാളിനുള്ളിൽ ഒരു ടി വി ഉണ്ട്. ഹാളിനുള്ളിൽ ഒരു ടി വി ഉണ്ടോ, ഈസ് ദെയർ എ ടി വി ഇൻ ദ ഹോൾ. ഹാളിനുള്ളിൽ ഒരു ടി വി ഇല്ല, ദെയർ ഈസിൻഡ് എ ടി വി ഇൻ ദ ഹോൾ. ഹാളിനുള്ളിൽ ഒരു ടി വി ഇല്ലേ, ഈസിൻഡ് ദെയർ എ ടി വി ഇൻ ദ ഹാൾ. നെക്സ്റ്റ്, ദെയർ ഈസ് എ ബഡ് ഓൺ ദി പ്ലാന്റ്. ദെയർ ഈസ് ഉണ്ട് എ ഒരു ബഡ് പൂമൊട്ട് അല്ലെങ്കിൽ മുകുളം, ഓൺ ദ പ്ലാന്റ് ചെടിയിൽ ഒരു പൂമൊട്ട് ഉണ്ട്. ചെടിയിൽ ഒരു പൂമൊട്ട് ഉണ്ടോ, ഈസ് ദെയർ എ ബഡ് ഓൺ ദി പ്ലാന്റ്. ചെടിയിൽ ഒരു പൂമൊട്ട് ഇല്ല, ദെയർ ഈസിൻഡ് എ ബഡ് ഓൺ ദി പ്ലാന്റ്. ചെടിയിൽ ഒരു പൂമൊട്ട് ഇല്ലേ, ഈസിൻഡ് ദെയർ എ ബഡ് ഓൺ ദി പ്ലാന്റ്. നെക്സ്റ്റ്, ദെയർ ഈസ് എ ക്യാറ്റ് ഇൻ ദ യാർഡ്. ദെയർ ഈസ് ഉണ്ട് എ ഒരു ക്യാറ്റ് പൂച്ച, ഇൻ ദ യാർഡ് മുറ്റത്തൊരു പൂച്ച ഉണ്ട്. മുറ്റത്തൊരു പൂച്ചയുണ്ടോ, ഈസ് ദെയർ എ ക്യാറ്റ് ഇൻ ദ യാർഡ്. മുറ്റത്തൊരു പൂച്ച ഇല്ല, ദെയർ ഈസിൻഡ് എ ക്യാറ്റ് ഇൻ ദ യാർഡ്. മുറ്റത്തൊരു പൂച്ച ഇല്ലേ, ഈസിൻഡ് ദെയർ എ ക്യാറ്റ് ഇൻ ദ യാർഡ്. അപ്പോൾ ഇതിൽ സെന്റൻസ് ഉണ്ടാക്കുവാൻ എളുപ്പമാണ്. നമ്പർ 1, 2, 3, 4 എന്ന് എഴുതിയിരിക്കുന്നതിന് താഴെ എഴുതിയിരിക്കുന്ന വാക്കുകളെടുത്ത് വാചകമുണ്ടാക്കുവാൻ ആ വാചകത്തിൻ്റെ ആദ്യം ചേർത്ത് തുടർന്ന് വായിച്ചാൽ ഇവിടെ വാചകങ്ങൾ ആ അർത്ഥത്തിലേക്ക് ഉണ്ട്, ഉണ്ടോ, ഇല്ല, ഇല്ലേ എന്നീ രൂപത്തിൽ നമുക്ക് മാറ്റി എടുക്കുവാൻ സാധിക്കും. ഇനി പ്രസൻറ്റ് ടെൻസ് തന്നെ, പക്ഷേ പ്ലൂറൽ ഫോം, ബഹുവചന രൂപം, ഒന്നിലധികം സാധനങ്ങളെപ്പറ്റി പറയുന്ന കാര്യങ്ങളാണ് പ്രസൻറ്റ് ടെൻസ് പ്ലൂറൽ എന്ന വിഭാഗത്തിൽ വരുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച പ്രസൻറ്റ് ടെൻസ് സിംഗുലറിൽ ഒരു സാധനം, ഒരു കാര്യം, ഒരു വസ്തുവിനെയൊക്കെ പറ്റി ഒരു വസ്തു എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഒന്നിലധികം സാധനങ്ങളെ പറ്റി പറയുമ്പോഴാണ് there are ഉപയോഗിക്കുന്നത്. there isൻ്റെയും there areൻ്റെയും അർത്ഥം സെയിം തന്നെയാണ്, ഉണ്ട്.
there is സിംഗുലർ ആണ്, there are പ്ലൂറൽ ആണ്. അതേ രീതി തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമാണ്, വളരെ വളരെ എളുപ്പമാണ്. there are ഉണ്ട്, തിരിച്ചിട്ടാൽ are there ഉണ്ടോ. മൂന്നാമത്തെ രൂപം ആദ്യ രൂപത്തിൻ്റെ കൂടെ നോട്ട് ചേർത്തതാണ്. there are നോട്ട്, ചുരുക്കി there are ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനെ തിരിച്ചിട്ടാൽ ആറിൻ്റെ there ഇല്ലേ. മുകളിലെ അതേ അർത്ഥം തന്നെ, അർത്ഥത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. there are ഉണ്ട്, are there ഉണ്ടോ, there are ഇല്ല, ആറിൻ്റെ there ഇല്ലേ. ഇനി വാചകങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഈ there are അല്ലെങ്കിൽ are there അല്ലെങ്കിൽ there are അല്ലെങ്കിൽ ആറിൻ്റെ there അതിന് നേരെ താഴെ വരുന്ന സെൻറ്റൻസുകളിൽ ആദ്യം ചേർത്ത് സെൻറ്റൻസുകൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ പിന്നെ ഞാൻ വലിയ വാചകം ഉപയോഗിച്ചിട്ടില്ല, സ്ഥലം ടൈപ്പ് ചെയ്യാൻ തികയാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണം there are 7 flowers, 7 പൂക്കളുണ്ട്. 7 പൂക്കൾ എവിടെയുണ്ട് എന്നും കൂടി പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സെൻസ് വരുള്ളൂ, ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളത് കൂട്ടിച്ചേർത്ത് പറയുകയാണ്. there are 7 flowers on the plant. ചെടിയിൽ 7 പൂക്കളുണ്ട്. ചെടിയിൽ 7 പൂക്കളുണ്ടോ. are there 7 flowers on the plant. ചെടിയിൽ 7 പൂക്കളില്ല. there aren't 7 flowers on the plant. ചെടിയിൽ 7 പൂക്കളില്ലേ. aren't there 7 flowers on the plant. next, there are several kids. there are ഉണ്ട്, several അനേകം, kids കുട്ടികൾ, കൊച്ചു കുട്ടികൾ. അനേകം കൊച്ചു കുട്ടികളുണ്ട്. എവിടെയുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻ ദ നഴ്സറി എന്ന് ചേർക്കാം. നഴ്സറിയിൽ there are several kids in the nursery. നഴ്സറിയിൽ അനേകം കുട്ടികളുണ്ട്. നഴ്സറിയിൽ അനേകം കുട്ടികൾ ഉണ്ടോ. are there several kids in the nursery. നഴ്സറിയിൽ അനേകം കുട്ടികൾ ഇല്ല. there aren't several kids in the nursery. നഴ്സറിയിൽ അനേകം കുട്ടികൾ ഇല്ലേ. aren't there several kids in the nursery. next, there are many cats. there are ഉണ്ട്, many അനേകം, cats പൂച്ചകൾ. എവിടെയുണ്ട്. in the yard മുറ്റത്ത്. there are many cats in the yard. മുറ്റത്ത് അനേകം പൂച്ചകളുണ്ട്. മുറ്റത്ത് അനേകം പൂച്ചകൾ ഉണ്ടോ. are there many cats in the yard. മുറ്റത്ത് അനേകം പൂച്ചകൾ ഇല്ല. there aren't many cats in the yard. മുറ്റത്ത് അനേകം പൂച്ചകൾ ഇല്ലേ. aren't there many cats in the yard. next, there are 2 books. there are ഉണ്ട്, 2 books 2 പുസ്തകങ്ങൾ. എവിടെയുണ്ട്. on the table മേശപ്പുറത്ത്. മേശപ്പുറത്ത് 2 പുസ്തകങ്ങൾ ഉണ്ട്. are there 2 books on the table. മേശപ്പുറത്ത് 2 പുസ്തകങ്ങൾ ഉണ്ടോ. there aren't 2 books on the table. മേശപ്പുറത്ത് 2 പുസ്തകങ്ങൾ ഇല്ല. aren't there 2 books on the table. മേശപ്പുറത്ത് 2 പുസ്തകങ്ങൾ ഇല്ലേ. next, there are many cars. there are ഉണ്ട്, many cars അനേകം കാറുകൾ. എവിടെയുണ്ട്. on the road റോഡിൽ. there are many cars on the road. റോഡിൽ അനേകം കാറുകൾ ഉണ്ട്. റോഡിൽ അനേകം കാറുകൾ ഉണ്ടോ. are there many cars on the road. റോഡിൽ അനേകം കാറുകൾ ഇല്ല. there aren't many cars on the road. റോഡിൽ അനേകം കാറുകൾ ഇല്ലേ. aren't there many cars on the road. റോഡിൽ അനേകം കാറുകൾ ഇല്ലേ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഇതിൽ കൂടുതൽ പറയുവാൻ തന്നെ ഒന്നും തന്നെ ഇല്ല. കാരണം 1, 2, 3, 4 എന്ന് കൊടുത്തിരിക്കുന്ന ആ നമ്പറുകൾക്ക് താഴെ വന്നിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വാചകങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അർത്ഥം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. there is എന്ന് വെച്ചാൽ ഉണ്ട്, is there ഉണ്ടോ. there is ഇല്ല, is there ഇല്ലേ. അതേ അർത്ഥം തന്നെയാണ് പ്ലൂറൽ ഫോമിൽ there are ഉണ്ട്, are there ഉണ്ടോ. there aren't ഇല്ല, aren't there ഇല്ലേ. ഇനി നമ്മൾ there isൻ്റെയും there aren'tയും പാസ്റ്റ് ഫോംസ്, കഴിഞ്ഞകാല രൂപങ്ങളാണ് ഇനി നമ്മളിവിടെ പഠിക്കുന്നത്. there is എന്ന് വെച്ചാൽ ഉണ്ട്, there was എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു.
അപ്പോൾ അത് തിരിച്ചിട്ട് വാസ് ദെയർ എന്ന് പറഞ്ഞാൽ വാസ് ദെയർ ഉണ്ടായിരുന്നോ. അടുത്തതോ ദെയർ വാസിൻ്റ് ഉണ്ടായിരുന്നില്ല. അത് തിരിച്ചിട്ടാൽ വാസിൻ്റ് ദെയർ ഉണ്ടായിരുന്നില്ലേ. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച അതേ ശൈലി തന്നെയാണ്, അർത്ഥം അല്പം മാറുന്നു. ദെയർ ഈസ് എന്ന് വെച്ചാൽ ഉണ്ട്, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ദെയർ വാസ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ വാസ് എടുത്ത് ആദ്യം ഇട്ട് ദെയർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാർക്ക്. വാസ് ദെയർ ഉണ്ടായിരുന്നോ. ഉണ്ടായിരുന്നില്ല എന്ന് പറയുവാൻ ആദ്യ രൂപമായ ദേർവാസിനോട് നോട്ട് ചേർക്കുക. ഇവിടെ അത് ചുരുക്കി ദേർവാസ് നോട്ടിനെ ചുരുക്കി ദേർവാസിൻ്റെ എന്നാക്കി. ഉണ്ടായിരുന്നില്ല. നാലാമത്തെ രൂപത്തിൽ ഈ മൂന്നാമത്തെ രൂപത്തെ തിരിച്ചിട്ടു വാസിൻ്റെ ദെയർ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നോ, ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നില്ലേ. ഇതാണ് അർത്ഥം. അപ്പം നമുക്കിനി നോക്കാം. ദെയർ വാസ് എ ക്ലോക്ക് ഓൺ ദ വാൾ. ചുമരിൽ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു. ഈസ് ദെയർ എ ക്ലോക്ക് ഓൺ ദ വാൾ. ചുമരിൽ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നോ. ദെയർ വാസിൻ്റെ എ ക്ലോക്ക് ഓൺ ദ വാൾ. ചുമരിൽ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നില്ല. വാസിൻ്റെ ദെയർ എ ക്ലോക്ക് ഓൺ ദ വാൾ. ചുമരിൽ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നില്ലേ. അടുത്ത് ദെയർ വാസ് എ ഡോഗ്. ദെയർ വാസ് ഉണ്ടായിരുന്നു. ഒരു ഡോഗ് പട്ടി. ദെയർ വാസ് എ ഡോഗ്. ഒരു പട്ടി ഉണ്ടായിരുന്നു. എവിടെ? അറ്റ് ദി ഗേറ്റ് എന്നും കൂടി നമുക്ക് ചേർത്ത് പറയാം. ദെയർ വാസ് എ ഡോഗ് അറ്റ് ദി ഗേറ്റ്. ഗേറ്റിനടുത്തൊരു പട്ടി ഉണ്ടായിരുന്നു. വാസ് ദെയർ എ ഡോഗ് അറ്റ് ദി ഗേറ്റ്. ഡോറിനടുത്തൊരു പട്ടി ഉണ്ടായിരുന്നോ. ദെയർ വാസിൻ്റ് എ ഡോഗ് അറ്റ് ദി ഗേറ്റ്. ഗേറ്റിനടുത്തൊരു പട്ടി ഉണ്ടായിരുന്നില്ല. വാസിൻ്റെ ദെയർ എ ഡോഗ് അറ്റ് ദി ഗേറ്റ്. ഗേറ്റിനടുത്ത് ഒരു പട്ടി ഉണ്ടായിരുന്നില്ലേ. നെക്സ്റ്റ് ദെയർ വാസ് എ ടി വി ഇൻ ദ ഹാൾ. ഹാളിൽ ഒരു ടി വി ഉണ്ടായിരുന്നു. ഹാളിൽ ഒരു ടി വി ഉണ്ടായിരുന്നോ. വാസ് ദെയർ എ ടി വി ഇൻ ദ ഹാൾ. ഹാളിൽ ഒരു ടി വി ഉണ്ടായിരുന്നില്ല. ദെയർ വാസിൻ്റെ ടി വി ഇൻ ദ ഹാൾ. ഹാളിൽ ഒരു ടി വി ഉണ്ടായിരുന്നില്ലേ. വാസിൻ്റെ ദെയർ എ ടി വി ഇൻ ദ ഹാൾ. നെക്സ്റ്റ് ദെയർ വാസ് എ ബഡ് ഓൺ ദി പ്ലാന്റ്. ദെയർ വാസ് ഉണ്ടായിരുന്നു ഒരു ബഡ് പൂമൊട്ട് ഓൺ ദി പ്ലാന്റ് ചെടിയിൽ. ചെടിയിൽ ഒരു പൂമൊട്ട് ഉണ്ടായിരുന്നു. ചെടിയിൽ ഒരു പൂമൊട്ട് ഉണ്ടായിരുന്നു. വാസ് ദെയർ എ ബഡ് ഓൺ ദി പ്ലാന്റ്. ചെടിയിൽ ഒരു പൂമൊട്ട് ഉണ്ടായിരുന്നില്ല. ദെയർ വാസിൻ്റെ ബഡ് ഓൺ ദി പ്ലാന്റ്. ചെടിയിൽ ഒരു പൂമൊട്ട് ഉണ്ടായിരുന്നില്ലേ. വാസിൻ്റെ ദെയർ എ ബഡ് ഓൺ ദി പ്ലാന്റ്. നെക്സ്റ്റ് ദെയർ വാസ് എ ട്രീ ഇൻ ദ യാർഡ്. ഇൻ ദ യാർഡ് ഞാൻ കൂട്ടിച്ചേർക്കുന്നതാണ്, അവിടെ ഇല്ല. ദെയർ വാസ് ഉണ്ടായിരുന്നു ഒരു ട്രീ മരം ഇൻ ദ യാർഡ് മുറ്റത്ത്. ടൈപ്പ് ചെയ്യുവാൻ സ്ഥലം തികയാത്തത് കൊണ്ടാണ് അത് ടൈപ്പ് ചെയ്യാത്തത്. ദെയർ വാസ് എ ട്രീ ഇൻ ദ യാർഡ്. മുറ്റത്ത് ഒരു മരം ഉണ്ടായിരുന്നു. മുറ്റത്തൊരു മരം ഉണ്ടായിരുന്നോ. വാസ് ദെയർ എ ട്രീ ഇൻ ദ യാർഡ്. മുറ്റത്തൊരു മരം ഉണ്ടായിരുന്നില്ല. ദെയർ വാസിൻ്റെ ട്രീ ഇൻ ദ യാർഡ്. മുറ്റത്ത് ഒരു മരം ഉണ്ടായിരുന്നില്ലേ. വാസിൻ്റെ ദെയർ എ ട്രീ ഇൻ ദ യാർഡ്. അപ്പോൾ ഇവിടെ ദെയർ വാസ് എന്നത് പാസ്റ്റ് രൂപത്തിലുള്ള, കഴിഞ്ഞകാല രൂപത്തിൽ ഉള്ള സിംഗുലർ ഫോമാണ്. അത് ഓരോ വസ്തുവിനെ പറ്റിയാണ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. ഇനി ഒന്നിലധികം വസ്തുക്കളെ പറ്റി ഉണ്ടായിരുന്നില്ല എന്ന് പറയുവാനാണ് ദെയർ വാസിൻ്റെ പ്ലൂറൽ ഫോം ആയ ദെയർ വെയർ ഉപയോഗിക്കുന്നത്. ദെയർ വെയർ അർത്ഥം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷെ ഒന്നിലധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് ദെയർ വെയർ ഉപയോഗിക്കേണ്ടത്. ദെയർ വെയർ ഉണ്ടായിരുന്നു. തിരിച്ചിട്ടാൽ വെയർ ദെയർ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യ രൂപമായ ദെയർ വെയറിന് ശേഷം നോട്ട് ചേർത്ത് മൂന്നാമത്തെ രൂപം ഉണ്ടാക്കുന്നു. അത് ചുരുക്കി ദെയർ വെയർ നോട്ടിനെ ചുരുക്കി ദെയർ വെയറിൻ്റ് എന്നാക്കുന്നു. ഉണ്ടായിരുന്നില്ല. അതിന് തിരിച്ച് നാലാമത്തെ രൂപത്തിൽ അതിന് തിരിച്ചിട്ടു വെയറിൻ്റ് ദെയർ ഉണ്ടായിരുന്നില്ലേ. മുകളിൽ നമ്മൾ ഏകവചനത്തിൽ പഠിച്ച അതേ അർത്ഥം തന്നെയാണ് ഇവിടെ ബഹുവചന രൂപത്തിനും. ദെയർ വെയർ ഉണ്ടായിരുന്നു. വെയർ ദെയർ ഉണ്ടായിരുന്നു. ദെയർ വെയറിൻ്റ് ഉണ്ടായിരുന്നില്ല. വെയറിൻ്റ് ദെയർ ഉണ്ടായിരുന്നില്ലേ.
ഈ അർത്ഥമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അർത്ഥം പഠിച്ച് മനസ്സിലാക്കിയാൽ ബാക്കിയൊക്കെ ഉണ്ടാക്കുവാൻ, സെൻറ്റൻസുകൾ ഉണ്ടാക്കുവാൻ വളരെ വളരെ എളുപ്പമായിരിക്കും. ആർക്കും സെൻറ്റൻസുകൾ ഇതുപയോഗിച്ച് എത്ര സെൻറ്റൻസുകൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സെൻറ്റൻസിലോട്ട് കടക്കാം. There were 7 flowers. There were ഉണ്ടായിരുന്നു 7 flowers 7 പുഷ്പങ്ങൾ. എവിടെ ഉണ്ടായിരുന്നു എന്നത് നമ്മളിവിടെ എഴുതിയിട്ടില്ല, സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അത് കൂട്ടിച്ചേർക്കുന്നു. ഓൺ ദി പ്ലാന്റ്, ചെടിയിൽ. There were 7 flowers on the plant. ചെടിയിൽ 7 പൂക്കൾ അല്ലെങ്കിൽ പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു. ചെടിയിൽ 7 പൂക്കൾ ഉണ്ടായിരുന്നോ? Were there 7 flowers? ചെടിയിൽ 7 പൂക്കൾ ഉണ്ടായിരുന്നില്ല. There weren't 7 flowers on the plant. ചെടിയിൽ 7 പൂക്കൾ ഉണ്ടായിരുന്നില്ലേ? Weren't there 7 flowers on the plant? Next. There were several kids in the nursery. There were ഉണ്ടായിരുന്നു several അനേകം kids കുട്ടികൾ in the nursery നഴ്സറിയിൽ. നഴ്സറിയിൽ അനേകം കുട്ടികൾ ഉണ്ടായിരുന്നു. നഴ്സറിയിൽ അനേകം കുട്ടികൾ ഉണ്ടായിരുന്നോ? Were there several kids in the nursery? നഴ്സറിയിൽ അനേകം കുട്ടികൾ ഉണ്ടായിരുന്നില്ല. There weren't several kids in the nursery. നഴ്സറിയിൽ അനേകം കുട്ടികൾ ഉണ്ടായിരുന്നില്ലേ? Weren't there several kids in the nursery? Next, there were many cats in the yard. There were ഉണ്ടായിരുന്നു many അനേകം cats പൂച്ചകൾ in the yard മുറ്റത്ത്. മുറ്റത്ത് അനേകം പൂച്ചകൾ ഉണ്ടായിരുന്നു. മുറ്റത്ത് അനേകം പൂച്ചകൾ ഉണ്ടായിരുന്നോ? Were there many cats in the yard? മുറ്റത്ത് അനേകം പൂച്ചകൾ ഉണ്ടായിരുന്നില്ല. There weren't many cats in the yard. മുറ്റത്ത് അനേകം പൂച്ചകൾ ഉണ്ടായിരുന്നില്ലേ? Weren't there many cats in the yard? Next sentence. There were 2 books. There were ഉണ്ടായിരുന്നു 2 books 2 പുസ്തകങ്ങൾ. എവിടെ? On the table, മേശപ്പുറത്ത്. മേശപ്പുറത്ത് 2 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. മേശപ്പുറത്ത് 2 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നോ? Were there 2 books on the table? മേശപ്പുറത്ത് 2 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല. There weren't 2 books on the table. മേശപ്പുറത്ത് 2 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ലേ? Weren't there 2 books on the table? Next, there were many cars. There were ഉണ്ടായിരുന്നു many cars അനേകം കാറുകൾ. എവിടെ? On the road, റോഡിൽ. There were many cars on the road. റോഡിൽ അനേകം കാറുകൾ ഉണ്ടായിരുന്നു. റോഡിൽ അനേകം കാറുകൾ ഉണ്ടായിരുന്നോ? Were there many cars on the road? റോഡിൽ അനേകം കാറുകൾ ഉണ്ടായിരുന്നില്ല. There weren't many cars on the road. റോഡിൽ അനേകം കാറുകൾ ഉണ്ടായിരുന്നില്ലേ? Weren't there many cars on the road? അപ്പോൾ ഇവിടെ നമ്മൾ there was there, there wasn't, there. അതുപോലെ there were there, there weren't there. ഈ 8 വാക്കുകളുടെയും അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ ആദ്യ വാക്ക് there was, ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നോ, ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നില്ലേ. അതേ അർത്ഥം തന്നെയാണ് അതിൻ്റെ ബഹുവചന രൂപമായ there were ഉണ്ടായിരുന്നു, were there ഉണ്ടായിരുന്നോ, there weren't ഉണ്ടായിരുന്നില്ല, weren't there ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് കഴിഞ്ഞകാല രൂപത്തിലുള്ള ഒട്ടനവധി സെൻറ്റൻസുകൾ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒത്തിരി വാചകങ്ങൾ നമുക്ക് ചോദിക്കുവാൻ കഴിയും. ഇത് മാത്രം പഠിച്ചിട്ട് ഇത് മാത്രം കാണാതെ പഠിക്കരുത്, ബൈഹാർട്ട് ചെയ്യരുത്. പകരം ഇത് ഉപയോഗിച്ച് ഒത്തിരി വാചകങ്ങൾ സ്വന്തമായിട്ട് നമ്മൾ തയ്യാറാക്കണം. അത് ഉപയോഗിച്ച് സംസാരിക്കുവാനും ശീലിക്കണം. ഇനി ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച there is, there are, there was, there were, ഈ 4 വാക്കുകൾ അതാണ് അടിസ്ഥാന വാക്കുകൾ.
ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ വ്യത്യസ്ത 4 ഉപയോഗ രീതികളും നമ്മളിവിടെ പഠിക്കുകയാണ്. അതിന് കൂടുതൽ ഉദാഹരണങ്ങൾ പൂർണ്ണമായിട്ട് ഞാനിവിടെ എഴുതിയിരിക്കുന്നു, കൂടുതൽ മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണിത്. മോർ എക്സാമ്പിൾസ് ഓഫ് ദെയർ ഈസ് ആൻഡ് ദെയർ ആർ. ദെയർ ഈസിൻ്റെയും ദെയർ ആറിൻ്റെയും കൂടുതൽ ഉദാഹരണങ്ങൾ അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് പ്രസൻറ്റ് രൂപത്തിലുള്ള ദെയർ ഈസും അത് സിംഗുലറാണ്, പ്രസൻറ്റ് രൂപത്തിലുള്ള ദെയർ ആർ അത് പ്ലൂറലുമാണ്. അപ്പോൾ ആദ്യത്തെ 4 സെൻറ്റൻസ് ദെയർ ഈസും രണ്ടാമത്തെ 4 സെൻറ്റൻസുകൾ ദെയർ ആറും ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ്. ശ്രദ്ധിക്കൂ. ദെയർ ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഓൺ ദി പ്ലാന്റ്. ദെയർ ഈസ് അതാണ് ശ്രദ്ധിക്കേണ്ടത്. ദെയർ ഈസ് ഉണ്ട്. എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഒരു മനോഹരമായ പുഷ്പം. ഓൺ ദി പ്ലാന്റ് ചെടിയിൽ. ചെടിയിൽ മനോഹരമായ ഒരു പുഷ്പം അല്ലെങ്കിൽ പൂവ് ദെയർ ഈസ് ഉണ്ട്. അടുത്തത് തിരിച്ചിട്ടിരിക്കുകയാണ്. ഈസ് ദെയർ എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഓൺ ദി പ്ലാന്റ്. ചെടിയിൽ മനോഹരമായ ഒരു പൂവ് ഉണ്ടോ? ഈസ് ദെയർ ഉണ്ടോ. അടുത്ത രൂപം ദെയർ ഈസിൻഡ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഓൺ ദി പ്ലാന്റ്. ചെടിയിൽ മനോഹരമായ ഒരു പൂവ് ദെയർ ഈസിൻഡ് ഇല്ല. അടുത്ത് ഈസിൻഡ് ദെയർ എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഓൺ ദി പ്ലാന്റ്. ചെടിയിൽ മനോഹരമായ ഒരു പൂവ് ഇല്ലേ. ഈസിൻഡ് ദെയർ ഇല്ലേ. അപ്പോൾ ഇവിടെ ദെയർ ഈസ് ഉണ്ട്, ഈസ് ദെയർ ഉണ്ടോ, ദെയർ ഈസിൻഡ് ഇല്ല, ഈസിൻഡ് ദെയർ ഇല്ലേ. ഇനി അടുത്ത് നോക്കൂ, പ്ലൂറൽ ഫോമാണ്. ഒന്നിലധികം വസ്തുക്കൾ ഉണ്ടെന്ന് പറയുന്നു. ദെയർ ആർ സെവറൽ ബിൽഡിങ്സ് ഇൻ ദ സ്ട്രീറ്റ്. ദെയർ ആർ ഉണ്ട്, സെവറൽ അനേകം, ബിൽഡിങ്സ് കെട്ടിടങ്ങൾ, ഇൻ ദ സ്ട്രീറ്റ് തെരുവിൽ, തെരുവിൽ അനേകം കെട്ടിടങ്ങൾ ഉണ്ട്. ദെയർ ആർ ഉണ്ട്. അടുത്ത് അതിൻ്റെ ചോദ്യരൂപം ആർ ദെയർ സെവറൽ ബിൽഡിങ്സ് ഇൻ ദ സ്ട്രീറ്റ്. തെരുവിൽ അനേകം കെട്ടിടങ്ങൾ ഉണ്ടോ. ആർ ദെയർ ഉണ്ടോ. നെക്സ്റ്റ് ദെയർ ആറിൻ്റെ സെവറൽ ബിൽഡിങ്സ് ഇൻ ദ സ്ട്രീറ്റ്. ദെയർ ആറിൻ്റെ ഇല്ല, സെവറൽ ബിൽഡിങ്സ് ഇൻ ദ സ്ട്രീറ്റ്. സ്ട്രീറ്റിൽ അല്ലെങ്കിൽ തെരുവിൽ അനേകം കെട്ടിടങ്ങൾ ഇല്ല. ദെയർ ആറിൻ്റെ ഇല്ല. അടുത്തത് തിരിച്ചിട്ട് ആറിൻ്റെ ദെയർ സെവറൽ ബിൽഡിങ്സ് ഇൻ ദ സ്ട്രീറ്റ്. തെരുവിൽ അനേകം കെട്ടിടങ്ങൾ ഇല്ലേ. ആറിൻ്റെ ദെയർ ഇല്ലേ. അപ്പം ദെയർ ആർ ഉണ്ട്, ആർ ദെയർ ഉണ്ടോ. ദെയർ ആറിൻ്റെ ഇല്ല, ആറിൻ്റെ ദെയർ ഇല്ലേ. അപ്പം ഇത് ദെയർ ഈസ്, ദെയർ ആർ എന്നീ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഉദാഹരണങ്ങളാണ്. ഇത് പ്രസൻറ്റ് ടെൻസിലുള്ള സിംഗുലർ ഫോമാണ്. ആദ്യത്തെ 4 വാചകങ്ങൾ, രണ്ടാമത്തെ 4 വാചകങ്ങൾ അതിൻ്റെ പ്ലൂറൽ ഫോമുമാണ്. ഇനി ദെയർ ഈസ്, ദെയർ ആർ ഇവയുടെ പാസ്റ്റ് ഫോമാണ്. നമ്മൾ നേരത്തെ പഠിച്ചു. ദെയർ വാസം, ദെയർ വെയർ. ദെയർ ഈസിൻ്റെ പാസ്റ്റ് ഫോം ദെയർ വാസാണ്, ഉണ്ടായിരുന്നു. ദെയർ ആറിൻ്റെ പാസ്റ്റ് ഫോമാണ് ദെയർ വെയർ, ഉണ്ടായിരുന്നു. അർത്ഥം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ദെയർ വാസ് ഒരു വസ്തു ഉണ്ടായിരുന്നു എന്ന് പറയുവാൻ ദെയർ വാസും, ഒന്നിലധികം വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ദെയർ വെയറും ഉപയോഗിക്കണം. ഇനി നമുക്ക് വാചകത്തിലോട്ട് കടക്കാം. ദെയർ വാസ് ആൻ എഗ് ഇൻ ദ നെസ്റ്റ്. ദെയർ വാസ് ഉണ്ടായിരുന്നു, ആൻ എഗ് ഒരു മുട്ട, ഇൻ ദ നെസ്റ്റ് പക്ഷിയുടെ കൂട്ടിൽ. നെസ്റ്റ് എന്ന് വെച്ചാൽ പക്ഷിക്കൂട്. പക്ഷിക്കൂടിൽ ഒരു മുട്ട ഉണ്ടായിരുന്നു. ചോദ്യമാക്കുവാൻ തിരിച്ചിട്ട് വാസ് ദെയർ, ദെയർ വാസ് തിരിച്ചിട്ട് വാസ് ദെയർ ആൻ എഗ് ഇൻ ദ നെസ്റ്റ്. നെസ്റ്റിൽ ഒരു മുട്ട ഉണ്ടായിരുന്നോ. പക്ഷിക്കൂടിൽ ഒരു മുട്ട ഉണ്ടായിരുന്നോ. ദെയർ വാസിൻ്റെ ആൻ എഗ് ഇൻ ദ നെസ്റ്റ്. നെസ്റ്റിൽ ഒരു മുട്ട ഉണ്ടായിരുന്നില്ല. അടുത്ത് വാസിൻ്റെ ദെയർ ആൻ എഗ് ഇൻ ദ നെസ്റ്റ്. പക്ഷിക്കൂട്ടിൽ ഒരു മുട്ട ഉണ്ടായിരുന്നില്ലേ. അപ്പം ദെയർ വാസ് ഉണ്ടായിരുന്നു, തിരിച്ചിട്ടപ്പോൾ വാസ് ദെയർ ഉണ്ടായിരുന്നു. ദെയർ വാസിൻ്റെ മൂന്നാമത്തെ രൂപമായിട്ട്, അതായത് ദെയർ വാസിനോട് നോട്ട് ചേർത്ത് ദെയർ വാസിൻ്റെ ഉണ്ടായിരുന്നില്ല, അത് തിരിച്ചിട്ട് വാസിൻ്റെ ദെയർ ഉണ്ടായിരുന്നില്ലേ. അത് സിംഗുലർ ഫോമാണ്. ഇവിടെ ആൻ എഗ് ഒരു മുട്ട, ഒരു മുട്ട ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയല്ലേ നമ്മൾ ചോദിക്കുന്നത്. ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നോ എന്നുള്ള രീതി. ഒരു മുട്ട, ഒരു വസ്തുവിനെ പറ്റിയാണ് ഇവിടെ പഠിച്ചത്. ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നോ, ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നില്ലേ, ഇങ്ങനെ 4 രൂപം. ഇനി അടുത്ത രൂപവും അതേ അർത്ഥം തന്നെയാണ്, പക്ഷെ അത് ബഹുവചന രൂപമായിട്ട് മാറുന്നു. ദെയർ വാസിന് പകരം ദെയർ വെയർ വരുന്നു. നോക്കാം.
There were many birds on the roof. There were ഉണ്ടായിരുന്നു. Many birds അനേകം പക്ഷികൾ. On the roof മേൽക്കൂരയിൽ. റൂഫ് എന്ന് വെച്ചാൽ മേൽക്കൂര. കെട്ടിടത്തിൻ്റെ മേൽക്കൂര. കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ അനേകം പക്ഷികൾ ഉണ്ടായിരുന്നു. അപ്പോൾ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ അനേകം പക്ഷികൾ ഉണ്ടായിരുന്നോ? Were there many birds on the roof? Were there? Were there അല്ല, were there many birds on the roof? കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ അനേകം പക്ഷികൾ ഉണ്ടായിരുന്നോ? Were there many birds on the roof? Next, there weren't many birds on the roof. മേൽക്കൂരയിൽ അനേകം പക്ഷികൾ ഉണ്ടായിരുന്നില്ല. There weren't ഉണ്ടായിരുന്നില്ല. Many birds അനേകം പക്ഷികൾ on the roof മേൽക്കൂരയിൽ. മേൽക്കൂരയിൽ അനേകം പക്ഷികൾ ഉണ്ടായിരുന്നില്ല. അടുത്തതോ മേൽക്കൂരയിൽ അനേകം പക്ഷികൾ ഉണ്ടായിരുന്നില്ലേ? Weren't there many birds on the roof? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, there were ഉണ്ടായിരുന്നു. അത് തിരിച്ചിട്ട് were there ഉണ്ടായിരുന്നോ? There weren't ഉണ്ടായിരുന്നില്ല. Weren't there ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇവിടെ there was പാസ്റ്റ് ടെൻസിൽ ഒരു സാധനം ഉണ്ടായിരുന്നോ എന്നതിനെ പറ്റി പറയുന്നു. അതേസമയം there were ഒന്നിലധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. അപ്പോൾ അത് സിംഗുലർ, മുകളിൽ എഴുതിയിരിക്കുന്ന 4 വാചകങ്ങൾ സിംഗുലർ പാസ്റ്റ് ഫോമാണ്. രണ്ടാമത് എഴുതിയിരിക്കുന്ന 4 സെൻറ്റൻസുകൾ പാസ്റ്റ് ടെൻസിലുള്ള പ്ലൂറൽ ഫോംസുമാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ തുടർന്ന് കീപ്പ് ചെയ്ത് വാച്ച് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഏതൊരു ഭാഷയും നമ്മൾ സംസാരിച്ച് പഠിക്കുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത്, തെറ്റുകൾ മനസ്സിലാക്കുന്നതും സംസാരിക്കുമ്പോഴാണ്. അല്ലാതെ വെറുതെ വായിച്ച് പഠിച്ചു എന്നും പറഞ്ഞിട്ട് നമുക്ക് സംസാരത്തിലൂടെ അത് പ്രയോഗിക്കുവാൻ കഴിയില്ല. നമ്മൾ നമ്മളുടെ കൂട്ടുകാരോടും വേണ്ടപ്പെട്ടവരോടും സംസാരിക്കുക. അതിന് കഴിഞ്ഞില്ല എങ്കിൽ ആദ്യം സ്വയം തന്നെ ഒരു വിഷയം സെലക്ട് ചെയ്ത് സ്വയം സംസാരിച്ച് ശീലിക്കുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ് സപ്പോർട്ട്.